ഹലോ എവരി വൺ, മൈസെൽഫ് ഫസൽ മുഹമ്മദ്. ഞാനിപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിലെ മാസ്റ്റേഴ്സ് പൊളിറ്റിക്കൽ സയൻസ് ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. നിങ്ങൾക്കറിയാം, യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് അതിൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് കോമൺ എൻട്രൻസിലേക്ക് കടന്നതിന് ശേഷം, അതായത് കഴിഞ്ഞ വർഷം മുതൽ CUET കടന്നു. CUET ആദ്യ ബാച്ച് ആണ് 2022-24 ആദ്യ ബാച്ച് വഴിയാണ് ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിലേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഏകദേശം 1.5 വർഷത്തെ അക്കാദമിക് എക്സ്പീരിയൻസിന് ശേഷം ഇപ്പോൾ ഫൈനൽ സെമസ്റ്ററിലേക്ക് കടക്കുകയാണ്. ഇപ്പം CUET സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, പ്രത്യേകമാക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ, അതും ഹൈദരാബാദിനെ സംബന്ധിച്ച് സൗത്ത് ഇന്ത്യയിലെ ഒരു ഗ്ലാമറസ് ക്യാമ്പസ്. നമുക്കറിയാം, ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു താരതമ്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാവും, പ്രധാനപ്പെട്ട ക്യാമ്പസുകളായിട്ടുള്ള JNU, ജാമ്യ അല്ലെങ്കിൽ DU, ബനാറസ് പോലത്തെ ക്യാമ്പസുകളൊക്കെ പലപ്പോഴും നോർത്ത് ഇന്ത്യയിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്. മാത്രമല്ല, അവിടെ നമുക്ക് ലഭിക്കുന്ന ഒരു അക്കാദമിക് എക്സ്പോഷർ ആയിക്കൊള്ളട്ടെ, നമ്മളെ നാനാവിധങ്ങളായിട്ടുള്ള നമ്മളൊരു ഓവറോൾ എക്സ്പോഷർ തന്നെ, ഒരു സെൽഫ് ഡെവലപ്പിങ്ങിന് വേണ്ട എല്ലാവിധ ചുറ്റുപാടുകളും ഒരു ക്യാമ്പസ് എങ്ങനെ ഒരുക്കണം എന്നുള്ളതിൻ്റെ ഒരു നേർസാക്ഷ്യം മാത്രമാണ് ഈ ഒരു ക്യാമ്പസ്. പിന്നെ അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയാണ്. അവിടെ UG PG വിഷയങ്ങളൊക്കെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഭാഗമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യുന്നുണ്ട്. ഡിഗ്രിക്കാരെ, അതായത് അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവിടെ ഉള്ളത് ഇൻ്റഗ്രേറ്റഡ് ബാച്ചസ് ആണ്. ഏകദേശം 12 ഓരോ വർഷത്തെയും ഇൻടേക്ക്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സർവകലാശാലയിൽ അവരുടെ UG സ്റ്റഡീസിന് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് 12 കുട്ടികളെ എടുക്കുന്നുള്ളൂ. അപ്പം എത്രത്തോളം ആയിരിക്കും ഈ ഒരു മേഖലയിലുള്ള കോമ്പറ്റീറ്റീവ്നെസ് എന്ന് നമുക്ക് ജസ്റ്റ് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾ CUET പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എത്രത്തോളം വെൽ എക്യുപ്ഡ് ആയിരിക്കണം ഇന്നത്തെ ഒരു സാമൂഹിക സാഹചര്യത്തിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ മാസ്റ്റേഴ്സ് അഥവാ പോസ്റ്റ് ഗ്രാജുവേഷൻ അതിൻ്റെ സംഗതികളിലേക്കൊക്കെ വരുമ്പോൾ എന്താണ്, ഏകദേശം 65ഓളം സീറ്റുകൾ മാസ്റ്റേഴ്സിന് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ മാസ്റ്റേഴ്സിന് ശേഷം ഏറ്റവും പ്രധാനമായിട്ട് ഒരു അക്കാദമിക് കരിയറിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തിൻ്റെ റിസർച്ച്, അതുപോലെ തന്നെ PhD തുടങ്ങിയ സംഗതികളൊക്കെ. വളരെ വലിയ ഒരു റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് മുമ്പിൽ തുറന്നിടുന്ന ഒരു ക്യാമ്പസ് കൂടിയാണ് ഈ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്. നമ്മളെ പഠിപ്പിക്കാൻ വരുന്ന ഓരോ ഫാക്കൽറ്റീസും അവരുടെ കീഴിൽ നിരവധിയായിട്ടുള്ള PhD ഇൻടേക്സുകളൊക്കെ ചെയ്യുന്ന, ഇന്ത്യയിലെ തന്നെ അവർ ഡീല് ചെയ്യുന്ന വിഷയത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കോളേഴ്സും എക്സ്പേർട്സൊക്കെ ആയിരിക്കും നമുക്ക് മുമ്പിൽ ക്ലാസ് എടുക്കുക. അപ്പം അത്തരത്തിലൊക്കെ ഉള്ള ഒരു എക്സ്പോഷർ ആയിരിക്കും നമുക്ക് ലഭിക്കുക. മാത്രമല്ല, നമ്മൾ നാഷണൽ ഡെയിലീസിലൊക്കെ ചർച്ചകളിൽ കണ്ടു പരിചിതങ്ങളായിട്ടുള്ള മുഖങ്ങളും, അതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിലെ വിശകലനങ്ങളും എക്സ്പെർട്ടൈസ് അഡ്വൈസൊക്കെ പുറപ്പെടുവിക്കുന്ന പല വിദഗ്ധരും എന്താണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫാക്കൽറ്റീസ് ആയിട്ടുള്ള, അതുപോലെ തന്നെ കീനോട്ടായിട്ടുള്ള ഓതേഴ്സ് പോലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫാക്കൽറ്റീസ് ആയിട്ട് നമുക്ക് മുമ്പിലേക്ക് വരുന്നൊരവസരം. ഇത് വളരെ എടുത്തു പറയേണ്ട ഒരു സംഗതി, നമ്മുടെ അക്കാദമിക് വർക്കുകളിൽ നമ്മൾ റെഫർ ചെയ്യുന്ന പല വർക്ക്സും എന്താണ്, നമ്മളെ ഫാക്കൽറ്റീസ് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഓതേഴ്സ് എന്ന് പറയുമ്പം നമുക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ആ ഒരു ഓതറിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു അംശങ്ങൾ ചോർന്നു പോകാതെ ആ ഒരു 1-to-1 ഓറിയൻറ്റേഷനോട് കൂടി നമുക്ക് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നൊരവസ്ഥ. ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി ജനറൽ ആയിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്താണ്, ഹൈദരാബാദ് നമുക്കറിയാം, ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റി. മാത്രമല്ല, ഇന്ത്യയിൽ IOE സ്റ്റാറ്റസ് ഉള്ളത്. IOE എന്ന് പറയുമ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്യുന്ന, ഇന്ത്യയിൽ ഏകദേശം 10ൽ ചുരുങ്ങിയ യൂണിവേഴ്സിറ്റികൾക്ക് മാത്രമാണ് ഈ ഒരു സ്റ്റാറ്റസ് ഉള്ളത്. ഈ ഒരു IOE സ്റ്റാറ്റസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ വിദേശത്തേക്കൊരു സെമിനാറിനോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങളുമായിട്ട് നിങ്ങളുടെ പേപ്പറുകൾ അവതരിപ്പിക്കണം, നിങ്ങളുടെ പ്രബന്ധങ്ങളൊക്കെ അവിടെ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യണം, അതുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ നിങ്ങളുടെ പ്രപ്പോസലുകൾ അവിടെ അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലുള്ള വലിയൊരു കടമ്പയാണ് നിങ്ങളുടെ ചിലവുകൾ ആര് വഹിക്കുമെന്നുള്ളത്. അവിടെയാണ് ഈ IOE സ്റ്റാറ്റസ് നിങ്ങൾക്ക് എന്താ പറയുക, ഒരാശ്വാസമായിട്ട് കടന്നു വരുന്നത്. നിങ്ങളുടെ അപ്പ് ആൻഡ് ഡൗൺ ചിലവുകളും അവിടുത്തെ സ്റ്റേയും എല്ലാ കാര്യങ്ങളും എന്താണ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് അവരുടെ IOE ഫണ്ടിൽ നിന്നും നിങ്ങൾക്ക് തരികയാണ്. അവിടുത്തെ ഒരു ടിപ്പിക്കൽ PhD സ്കോളറെ സംബന്ധിച്ച്
അവരുടെ ഒരു മിനിമം ഒരു 5 വർഷം 6 വർഷം ഒരു റിസർച്ച് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഈ ഒരു പേപ്പർ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ മറ്റു റിസർച്ചിൻ്റെ മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മിനിമം യൂറോപ്പിലെ പല രാജ്യങ്ങളും അതുപോലെ തന്നെ യൂറോപ്പിന് പുറത്തുള്ള വെസ്റ്റ് ഏഷ്യയിലായിക്കൊള്ളട്ടെ, ആഫ്രിക്കൻ കൺട്രീസ് ആയിക്കൊള്ളട്ടെ, ഇവൻ US പോലും പോയിട്ട് തങ്ങളുടെ പ്രബന്ധങ്ങളൊക്കെ അവതരിപ്പിച്ച് വരുന്ന ആ രൂപത്തിൽ, അതും തൻ്റെ കീശയിൽ നിന്നും ഒരു രൂപ പോലും മുടക്കില്ലാതെ പോയി വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എന്താണ് ഇന്ത്യയിലെ വളരെ ചുരുങ്ങിയ സ്ഥാപനങ്ങൾക്ക് മാത്രമാണുള്ളത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ എത്തിപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് മുമ്പിലുള്ള ഏക വഴിയാണ് CUET. അപ്പം നിങ്ങൾ എത്രത്തോളം വെൽ എക്യുപ്ഡ് ആയിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ അങ്ങോട്ട് കയറാനുള്ള നിങ്ങളുടെ സാധ്യതകളെ നിർണ്ണയിക്കുന്നത്. മാത്രമല്ല ക്യാമ്പസിലെ മറ്റ് വിവിധ നിങ്ങൾക്കറിയാം സെൻട്രൽ യൂണിവേഴ്സിറ്റി കൾച്ചർ, അതിനെപ്പറ്റിയൊന്നും കൂടുതൽ സൂചിപ്പിക്കുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ആ ഹൈദരാബാദ് സിറ്റി നൽകുന്ന ഒരു എക്സ്പോഷർ. നമുക്കറിയാം തെലങ്കാന ആയതിനു ശേഷം ഹൈദരാബാദ് എത്ര ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് IT സിറ്റികളിൽ ഒന്നാണ്. അപ്പം ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഓരോ വർഷവും ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. പ്രത്യേകിച്ചും CUET PG എഴുതി കയറുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പുറത്തിറങ്ങുമ്പോഴത്തേനും ഒരുപാട് അവസരങ്ങൾ അവരെ കാത്തിരിക്കുന്ന ഒരവസ്ഥ. മാത്രമല്ല നമുക്ക് യൂണിവേഴ്സിറ്റി സ്പേസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഒരു നെറ്റ്വർക്കിംഗ് വെച്ചിട്ട് നമുക്ക് എന്താണ് റഫറൻസ് വഴിയും മറ്റു കാര്യങ്ങൾ വഴിയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യയിലെ ഹയസ്റ്റ് പേയിങ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിലേക്ക് വളരെ പെട്ടെന്ന് എത്താനുള്ളൊരു റൂട്ട് മാപ്പ് കൂടിയാണ് ഈ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടിട്ടുള്ള സംഗതികൾ. അതിൻ്റെ പുറമെ സ്പോർട്സ്, ആർട്സ്, അതൊക്കെ മറ്റു സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ പോലെ തന്നെ കമ്പാരിറ്റീവ്ലി ബെറ്റർ പെർഫോം ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ്. ഓക്കെ, ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ CUET എക്സാം ആണ്. നമുക്കറിയാം കഴിഞ്ഞ വർഷം DU അവരുടെ UG ആപ്ലിക്കേഷനൊക്കെ CUET പോയത് വഴി നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ചുറ്റുപാടുകളിലുള്ള മലയാളി സ്റ്റുഡൻസ് ഒരുപാട് ഉണ്ടായിരുന്ന DUവിൻ്റെ സ്പേസസ് എന്താണ് അതിൽ നിന്നൊരു മാറ്റം വന്നിട്ട് മലയാളി സ്റ്റുഡൻസിൻ്റെ എൻറോൾമെൻറ്റ് റേഷ്യോ വളരെ വലിയ തോതിൽ താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ എന്താണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലേക്ക് ഈ കോച്ചിങ് കൾച്ചേഴ്സും സംഗതികളൊക്കെ വരുന്നേ ഉള്ളൂ. നമുക്ക് മുമ്പിൽ ഇന്ന് ഒരുപാട് കോച്ചിങ്ങിന് വേണ്ട ഓപ്പർച്യൂണിറ്റീസും ഇതിന് വേണ്ട വലിയ എക്യുപ്ഡ് ആയിട്ടുള്ള റിസോഴ്സ് പേഴ്സൺസും എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ എത്രത്തോളം ഈ CUETക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നോ അതാണ് നമ്മളെ ഇവിടെ എത്തിക്കുന്നത്. ഇപ്പോൾ CUETയെ സംബന്ധിച്ച് ഇന്ത്യയിൽ ആകമാനം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതുകയാണ്, പരിമിതമാക്കപ്പെട്ട സീറ്റുകൾ. മാത്രമല്ല നിങ്ങൾക്ക് ഏറ്റവും എക്സ്പോഷർ ലഭിക്കുന്ന ഏറ്റവും വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ എത്തണമെങ്കിൽ നിങ്ങളുടെ റാങ്കിങ് എന്തായിരിക്കണം, നിങ്ങളുടെ സബ്ജക്റ്റിൽ ഏറ്റവും ടോപ്പിലെത്തണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള ഒരു റൂട്ടീൻ പ്ലാൻ തന്നെ നിങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട്. ഇനി CUETക്ക് നിങ്ങൾക്ക് മുമ്പിലുള്ളത് ഏതാനും മാസങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇനി വരുന്ന മാസങ്ങളെ നിങ്ങൾ എത്രത്തോളം ഫലപ്രദമായി നിങ്ങൾ യൂസ് ചെയ്യും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ റിസൾട്ട്. ഓരോ ദിവസവും ചെറിയ സ്റ്റെപ്പ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വളരെ യു ക്യാൻ ഡു വേ ബെറ്റർ. നിങ്ങൾ എക്സാമിൻ്റെ ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ ഒരു 10 ദിവസം മുന്നേ ഒന്നാകെ ഇരുന്ന് പഠിക്കുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ എന്താണ് നിങ്ങൾ ഇന്ന് തന്നെ തുടങ്ങി ഈ വീഡിയോ കാണുന്ന നിമിഷം നിങ്ങൾ എന്താക്കുക, മനസ്സിൽ വിചാരിക്കുക, ഇന്ന് ഞാനൊരു അരമണിക്കൂറോ 1 മണിക്കൂറോ എന്നെക്കൊണ്ട് കഴിയുന്ന ഒരു ഡ്യൂറേഷൻ, അത് എത്ര ചെറുതായിക്കൊള്ളട്ടെ, ഡസൻ മാറ്റർ. ബട്ട് എന്താണ് നിങ്ങൾ ചെയ്യുന്ന സംഗതി കൃത്യമായിട്ട് യാതൊരുവിധ മുടക്കങ്ങളുമില്ലാതെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് എന്താണ്, അഷ്വേർഡ് ആണ്. കാരണം നിങ്ങളെ കൊണ്ട് കഴിയുന്നത് മാത്രമാണ് ഈ CUETയിലുള്ളത്. ഈ CUETയുടെ മറ്റൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ എത്താൻ മാത്രം ആ ഒരു രൂപത്തിൽ ആ ഒരു തലത്തിൽ നിങ്ങൾ നിങ്ങളുടെ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു വന്നിരിക്കുക. നിങ്ങൾ എൻട്രൻസ് എഴുതി കയറി 6 മാസത്തിനകം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് UGCയുടെ NTA നടത്തുന്ന നെറ്റ് എക്സാം ആണ്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നിങ്ങൾ ഈ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്ലാമറസ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ കയറാൻ മാത്രം നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു റൂട്ടീൻ നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ തുടർന്ന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യ അറ്റംപ്റ്റിൽ തന്നെ UGCയുടെ നെറ്റ് അല്ലെങ്കിൽ JRF ക്വാളിഫൈ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ഡൗട്ട്സും ഇല്ല. അതാണ് നിങ്ങൾക്ക് മുമ്പിൽ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ. ഈ വർഷം CUET എഴുതി സെൻട്രൽ യൂണിവേഴ്സിറ്റി ലൈഫ് സ്വപ്നം കാണുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ അനുജന്മാർക്കും അനുജത്തിമാർക്കും എല്ലാവിധ വിജയമംഗളാശംസകളും നേരുന്നു. ദാറ്റ്സ് ഓൾ.